നമസ്കാരം. കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഡിവിഷൻ 18 തൃക്കണാർവട്ടം LDF സ്ഥാനാർത്ഥി CA ഷക്കീർ ഡിവിഷനിലെ വീടുകൾ സന്ദർശിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനെതിരെ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചി നഗരസഭ കഴിഞ്ഞ 5 വർഷക്കാലം ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ഇത്രയേറെ പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള നഗരസഭയായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഞങ്ങൾക്ക് LDFന് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങളും ഞങ്ങളോട് അതുപോലെയാണ് പെരുമാറുന്നത്. ഞാൻ മത്സരിക്കുന്നത് തൃക്കണാർവട്ടം ഡിവിഷൻ 18ലാണ്. പക്ഷേ ഈ ഡിവിഷൻ ഞങ്ങളുടെ വളർച്ചക്കനുസരിച്ച് വേണ്ടത്ര രീതിയിൽ വികസനം വന്നിട്ടില്ല എന്ന് പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം വരുന്നു. അതിനൊരു മാറ്റം ഈ പ്രാവശ്യം ഉണ്ടാകും. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ വിജയിച്ചാൽ തീർച്ചയായിട്ടും LDFിൻ്റെ പ്രവർത്തകർ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ കൊച്ചി നഗരസഭ ഈ പ്രാവശ്യം LDF വിജയിച്ചാൽ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ നിലവിൽ പൊറ്റക്കുഴി ഡിവിഷനിലെ കൗൺസിലറാണ്. 10 വർഷം അവിടെ കൗൺസിലറാണ്. ഒരു 5 വർഷം വനിതയാണെങ്കിലും അവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരാൾ ഫോൺ ചെയ്താൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ വാർഡ് എനിക്കൊരു പുതിയ വാർഡായിട്ട് വന്നിട്ടില്ല. ഞാൻ ഇറങ്ങുന്ന വീടുകളിലെല്ലാം എന്നെ നല്ല പരിചയമുണ്ട്. ആ പരിചയം എനിക്ക് വോട്ടായി മാറുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനെതിരെ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്.